ഈ തൃശ്ശൂർ പുലിക്കളി എന്ന് പറയുമ്പോൾ അതൊരു സാംസ്കാരിക തനിമയുടെ ഭാഗമായി മാറുന്നത് അവർ അതിന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യവും ആ ഒരു എഫേർട്ടുമാണ്. ഇപ്പോൾ ഒരു പുലി നമ്മളോട് പറഞ്ഞത് അല്പം മുമ്പല്ലേ, അതായത് ആ ഒരു നിപ്പ് നിന്നാൽ അത് ആ ഒരു ചായമൊക്കെ ഉണങ്ങുന്നത് വരെ അവരുടെ കൈകാലുകളൊന്നും അനങ്ങാതെ അവർ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് ആ ഒരു ദൃശ്യവിസ്മയം നമ്മൾക്ക് കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് പുലിമടകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മാത്രം പോരാല്ലേ, നമുക്ക് അവിടെ നിന്നുള്ള നേരിട്ടുള്ള കാഴ്ചകൾ കാണണം. ആ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ആളുകളെല്ലാം തന്നെ അവിടെ തയ്യാറായിട്ടുണ്ട്. അവർ ഓരോരുത്തരും ഈ ഓരോ ദേശക്കാരോടും ഒപ്പമുണ്ട്. അവരുടെ കാഴ്ചകൾ എന്താണ്, അവരുടെ തയ്യാറെടുപ്പുകൾ എന്താണ്, ഇനി എങ്ങനെ സസ്പെൻസിൻ്റെ ചെറിയ എന്തെങ്കിലും സൂചനകൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അങ്ങനെ വളരെ വിജിലൻ്റായിട്ട് ആ കാഴ്ചകളൊക്കെ കാണാനും അത് എല്ലാം നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ട് അവർ ഇങ്ങനെ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ തൃശ്ശൂർ പുലിക്കളി ഒരു സാംസ്കാരിക ഘോഷയാത്രയുടെ അല്ലെങ്കിൽ സാംസ്കാരിക തനിമയുടെ ഭാഗമായി മാറുന്നത് കാലാകാലങ്ങളായി അവർ അതിനെ അവരുടെ നെഞ്ചോട് തൃശ്ശൂർ ജനത അവരുടെ നെഞ്ചോരം ചേർത്ത് വെക്കുന്നതിലൂടെയാണ്. നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ തന്നെ ഈ തൃശ്ശൂർ ജനതയുടെ ഓണം അവസാനിക്കുന്നത് ഈ സ്വരാജ് റൗണ്ടിലെ പുലികളിലൂടെയാണ്. ആ പുലികളെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം അവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് പോയാലോ? അപ്പം ആരൊക്കെയാണ് തയ്യാറായിരിക്കുന്നത്, എന്താണ് നമ്മുടെ രണ്ട് പുലികളാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ തയ്യാറായിരിക്കുന്നത് പുലിമടയിൽ? മനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ എന്തായാലും അവിടെ അയ്യന്തോൾ ദേശത്തിലെ പുലിമടയിൽ നിന്നാണ് ഞങ്ങളോടൊപ്പം ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായി, പുലികളൊക്കെ അവിടെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലേ? ആ പുലികളുടെ ഇടയിൽ രണ്ട് പുലിക്കുട്ടന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. പുലികളെ പിടിക്കാൻ പുലി മട്ടയിൽ കയറണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പുലി മട്ടയിലോട്ട് വന്ന് കയറിയിരിക്കുന്നത്. ഇപ്പോൾ അയ്യന്തോൾ ദേശത്തിന്റെ പുലി മട്ടയിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. പുലികളൊക്കെ ഇങ്ങനെ രാവിലെ തയ്യാറായി ഇങ്ങനെ റെഡിയായി വരുന്നു. അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ പൂശി പുലികളൊക്കെ തയ്യാറാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യന്തോൾ ദേശം 2016 മുതലാണ് അയ്യന്തോൾ ദേശം. ഇല്ല ശരത്തെ, 2016 ആദ്യമായിട്ട് അന്ന് തൊട്ട് അവർ മത്സരിച്ച എല്ലാ തവണയും, അതായത് കോവിഡ് സമയത്ത് 2021 ഉണ്ടായിട്ടില്ല, 24 ചൂരൽമല ദുരന്തത്തോടനുബന്ധിച്ചിട്ടും അല്ലെങ്കിൽ അതിനോട് ഐക്യതാൽപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ആഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല. മറ്റെല്ലാം മാത്രമല്ല കേട്ടോ, ഈ ചൂരൽമലയിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവർ ഈ പുലികളിക്ക് മാറ്റിവെക്കുന്ന പണം അവർ അതിൻ്റെ ദുരിതാശ്വാസങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്ത വലിയൊരു ഒരു മാനുഷികപരമായ സമീപനം എടുത്ത ഒരു സംഘം കൂടിയാണ് അയ്യന്തോൾ ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് അവർക്ക് അല്ലെ. 2016 മുതൽ പങ്കെടുത്ത എല്ലാ വർഷങ്ങളിലും നേട്ടമുണ്ടാക്കിയ സംഘം. തീർച്ചയായിട്ടും 2016 ആദ്യമായിട്ട്, അതായത് 200 കൊല്ലമായിട്ട് പുലിക്കളി ഉണ്ട് എന്നാണ് ഒരു വിശ്വാസം. അതിനകത്ത് ഇവർ വന്നിട്ട് 2016 തൊട്ടാണ് വന്നിട്ടുള്ളത്. ആ 16-നകത്ത് ഇവർ പങ്കെടുത്ത എല്ലാ തവണയും 16 തൊട്ട് 2021 കോവിഡ് കാലത്ത് ഇത്തരത്തിൽ പുലിക്കളി ഉണ്ടായിട്ടില്ല. 2024 ചൂരൽമല, അതൊഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും ഇവർ വിജയികളായിട്ടുണ്ട്. 2023 ഇവരുടെ മൊത്തം സെഗ്മെന്റിനകത്ത് ഒരു സെഗ്മെന്റിലൊഴികെ ബാക്കി എല്ലാത്തിലും വിജയികളായിക്കൊണ്ട് ഇതിനൊരു വലിയൊരു ആധിപത്യം, ഈ പുലിക്കളിയിലെ അധിപന്മാർ ഞങ്ങളാണ്. ശരിക്കും പുലിക്കളിയിൽ ഒരു പുലികൾ തന്നെയാണ് അയ്യന്തോൾ ദേശം. പുലിക്കളിയിലെ വലിയ പുലികളാണ് അയ്യന്തോൾ ദേശം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വലിയ പുലികളെല്ലാം ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമുക്ക് സൽമിക്ക വന്നേ, ഇങ്ങോട്ടേക്ക് വന്നേ. നമ്മുടെ ഒരു വെളുത്ത പുലിയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വാ. അങ്ങനെ രാവിലെ ഒരുങ്ങുകയാണ്. ചേട്ടാ നമസ്കാരം, എങ്ങനെയുണ്ട്? സൂപ്പറായി പോണു. എന്ന് പറഞ്ഞാൽ പുലികളിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർമാരാണ്. കപ്പടിക്കും, ഒരു സംശയമില്ല. വെറൈറ്റി പുലി കളറൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേക്കുന്നത്. ഞങ്ങള് ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരേനായിരുന്നു, ഇപ്രാവശ്യം വൈറ്റ് വരയും പുലിയായിരുന്നു. വരേനായിരുന്നു, ഇപ്രാവശ്യം വെള്ളാക്കി ഒരു വെള്ളപ്പുലി. അതെ. അപ്പൊ ഇത്തവണ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ? എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയിൽ തന്നെ പോണ. ആരുടെ വെല്ലുവിളി നമുക്ക് വിഷയം? ആരെ വെല്ലുവിളി വിഷയമല്ല, വെല്ലുവിളിയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഇത് എപ്പോ തുടങ്ങി? രാവിലെ ഞങ്ങളൊരു 6 മണിക്ക് തുടങ്ങി. ഇങ്ങനെ ഈ കുമ്പയൊക്കെ എങ്ങനെ ഇത് റെഡിയാക്കുന്നത്? കുമ്പ വന്നാണ് കുറെ ആദ്യമേ ഉള്ളതാണ് കുമ്പ. ഇപ്പൊ ഒരു ഉപകാരമായി. ഉപകാരം അങ്ങനൊന്നുമില്ല. ഇത് കുമ്പയ്ക്കല്ല പ്രത്യേകത, കളിക്കിന് പ്രത്യേകത. കുമ്പുണ്ടായിട്ട് കാര്യമില്ല, അറിയണം, സ്റ്റെപ്പ് ഇട്ട് കളിക്കാറണം, മേളത്തിനനുസരിച്ച് കളിക്കാറണം. അതാണ് പുലിക്കളി. അല്ലാണ്ട് വയറുണ്ടായതുകൊണ്ട് കാര്യമില്ല. പുലിക്കളിക്കൊരു രീതിയുണ്ട്, അത് നല്ല രീതിയിൽ കളിക്കണം. വയറുണ്ടായതുകൊണ്ട് പുലിക്കളി കളിച്ചോണമെന്നില്ല. വയറുണ്ടായെങ്കിൽ അവർ സ്റ്റെപ്പ് ഇടാനൊന്നുമില്ല. ഞങ്ങളമാര് കളിച്ചു എന്ന് തരുന്നില്ല. ഞങ്ങളുടെ മിടുക്കുന്ന കളിയിലാണ് മിടുക്ക്. അവിടെയാണ് നമ്മളെ ഒരു ഈ കളിക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഓരോ മേളത്തിന് ഓരോ സ്റ്റെപ്പാ.
എല്ലാവരും ഈ വയറന്മാർ ഒരു സ്റ്റെപ്പും തന്നെ കളിക്കുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് അറിയില്ല, മൂന്നാമത്തെ സ്റ്റെപ്പ് കയറില്ല വയറന്മാർക്ക്. ഇത് അല്ലാത്തവർക്ക് ഞങ്ങൾക്കറിയാം. അവിടെയാണ് നമ്മൾ ഇങ്ങനെ 16 തൊട്ട് നമ്മൾ അതെ, അതിന് ഞങ്ങളുടെ വിജയം. ഈ ഇപ്പോഴത്തെ പുലികളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുലികളിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണല്ലോ 1 വർഷം എന്ന് പറയും. 1 വർഷം വരെ കാത്തിരിക്കും. അതിന്റെ ആ ഒരു കാത്തിരിപ്പ് എങ്ങനെയാണ്? ആ ഒരു സമയത്ത് നമ്മുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഒരുങ്ങുന്നത് എങ്ങനെയാണ്? ഒരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേതായ രീതിയിൽ തന്നെ പോവുക. നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് പുലിക്കളി കളിക്കറിയാം, അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകതകളൊന്നും വേണ്ട. വയറ് നല്ലോണം കൂടിക്കൊണ്ട് കാര്യമില്ല. വയറ് കൂടിയാണ്ട് കളിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒറ്റ കൊട്ടി, അതിന് ഡബിൾ കൊട്ടി, അതിന് മുറുക്കി, ആ മുറുക്കണ നേരത്ത് കളിക്കാനായിട്ട് അവർക്ക് പറ്റണം. അത് മുറുക്കി കഴിഞ്ഞാൽ കളിക്കാനുള്ള സ്റ്റെപ്പ് അറിയണം. വയറുണ്ടായാൽ അത് കളിക്കാൻ പറ്റില്ല. എന്തോരം വയറുണ്ടെങ്കിലും അത് കളിക്കാൻ പറ്റില്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. പൊതുവെ ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഒരുപാട് വയറുള്ള വയറിന് പ്രത്യേകത ഇല്ല എന്നതാ പറഞ്ഞ. വയറല്ല നമുക്ക് പ്രത്യേകത, കളിന് പ്രത്യേകത. ചങ്കാണ് ഞങ്ങൾ അയ്യന്തോള്. ചങ്കിലാണ് അയ്യന്തോള്. വേറെ കാര്യം, ഞങ്ങൾ ചങ്കായിട്ട് തന്നെ ഞങ്ങൾ കളിക്കും. ഇത്തവണ നമുക്ക് കപ്പടിക്കും, അത് വേറെ കാര്യം. ഇത്തവണയും കപ്പടിക്കും എന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ഇങ്ങനെ നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയ്യന്തോൾ ദേശത്തിൻ്റെ, ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ നമ്മൾ പുലികളിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കൂടുതൽ വയർ അല്ലെങ്കിൽ കുംഭയൊക്കെ ഉള്ളവരാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട താരമെന്ന്. പക്ഷേ പുള്ളി പറയുന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് മാത്രം കാര്യമില്ല, അതോടൊപ്പം തന്നെ സ്റ്റെപ്പിലാണ് കാര്യങ്ങൾ. ഇതാ വരച്ചു കഴിഞ്ഞ പുലികൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നത് കണ്ടില്ലേ? ഇതാ പുലി ശരത്തെ എന്തുണ്ട്, എത്ര മണി തുടങ്ങിയതാ? ഞങ്ങൾ രാവിലെ 3 മണി ആ ഒരു ടൈമിൽ തുടങ്ങിയത് വരയ്ക്കാനായിട്ട്. ഇന്നലെ തന്നെ ഷേവ് ചെയ്ത് സെറ്റായി. ഇനിയിപ്പം ഫിഗർ വരച്ചു, ഇനിയും വരാനുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നല്ല, സെറ്റാണ്, പവറാണ്. കപ്പടിക്കും. പൊള്ളിക്കും നമ്മള്. പേര് അശ്വിൻ. ഞാനിവിടെ കന്നിയായിട്ടാണ് മുന്നേ പരിപാടി ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നല്ല ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ മുന്നേ തന്നെ ടാബ്ലോയിൽ ഉണ്ടായി. ഈ വട്ടം പുലിയായിട്ട് ഇറങ്ങും ആദ്യമായിട്ട് തന്നെ. ചങ്കാണ് അയ്യന്തോൾ നമ്മുടെ. അതെ, പിന്നല്ല, ചങ്കാണ് അയ്യന്തോൾ. അതെ അതെ അതെ. പൊതുവെ ഞങ്ങൾ എവിടെ സംസാരിച്ചാലും പുലികളെ കുറിച്ച് പറയുമ്പോൾ അയ്യന്തോളുകാർക്ക് ഒരു മുൻതൂക്കം കിട്ടാറുണ്ട്, പറയാറുണ്ട്. നമ്മുടെ ഇവിടെ നിന്നാണ് ചാത്തുണ്ണിയാശാനൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ ആള് ഭയങ്കര അടിപൊളിയാണ്. അതെ, വലിയ ആശാനാണ്. അപ്പൊ ആളുടെ ഒരു ഇതിലാണ് നമ്മളിപ്പോഴും പോണ. ഞാൻ മാവേലി ആവാറുണ്ട്. സോ അത് കളഞ്ഞിട്ടില്ല. പുലിയായപ്പോ പുലി എല്ലാം സെറ്റാണ്. എല്ലാം പോവും, ഇവിടെ എല്ലാം പോവും. അങ്ങനെ സെറ്റ് ചെയ്താ ശരി. പിന്നെ പുലിയാണല്ലോ, അപ്പൊ ഒരു സിംഗം കണ്ടിട്ട് രവി കോട്ടപ്പുറം. ഞാൻ കഞ്ഞി. ഇല്ല, ആദ്യമല്ല. ഞാൻ ആദ്യം കുറെ കളിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസം ഞാൻ കൊറോണ ഒന്നുപാട് വന്നിട്ട് ഞാൻ നിർത്തിയതാണ്. പിന്നെ എനിക്ക് അയ്യന്തോൾ ദേശത്തിന് കഴിഞ്ഞ വട്ടം ഞാൻ ചാൻസ് ചോദിച്ചു, ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊല്ലം അവർ ചാൻസ് തന്നു. അതെ അതെ. തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നു, ഷേവ് ചെയ്തു, ഇങ്ങനെ നിൽക്കുക തന്നെ വരച്ചിട്ട്. കളിക്കാൻ അറിയണം, സ്റ്റെപ്പ് കളിക്കാൻ. അത് പ്രാക്ടീസ് ഇല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ആൾക്കാരുടെ അത് വന്നൊരു മനസ്സിൽ താളം അടിക്കുമ്പോൾ കളിക്കും. അത് ഒറ്റ കൊട്ടുമ്പോൾ ഒറ്റ കളിക്കും, ഡബിൾ കൊട്ടുമ്പോൾ ഡബിൾ കളിക്കും, ബെല്ലടിക്കണമാർ കൊട്ടുമ്പോൾ ബെല്ലടിക്കണമാർ കളിക്കും. അങ്ങനെ വൈകുന്നേരം വരെ നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഡീസലും എല്ലാം വെച്ചിട്ട് കഴുകി കളയണം. അത് കുറച്ച് ടാസ്ക് ആണ്. നമ്മൾ വിചാരിക്കുന്നതാണ് കേട്ടോ, വലിയൊരു പ്രോസസ്സാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ അതിന് അവരെടുക്കുന്ന ഒരു വലിയ അധ്വാനമുണ്ട്. അത് നമ്മൾ തീർച്ചയായും അതിനെ വലിയ തോതിൽ ഗൗനിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന് എത്രയോ സമയം മുൻപ് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഈ ദേഹത്ത് ചായം പൂശി പുലിയായി ഇങ്ങനെ നിൽക്കുന്നു. ഇനി വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കണം. ഇതിങ്ങനെ അടുപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലേ? ഒട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കൈയൊന്നും അടുപ്പിക്കാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിക്കാൻ പോലും മറ്റുള്ളവരെ കുറച്ച് അതാണ് ബുദ്ധിമുട്ടാണ്.
ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മൾ ഈ കാണുന്ന വൈകുന്നേരത്തെ ആ ഭംഗി മാത്രമല്ല, അവർ ഈ രാവിലെ മുതൽ ഇങ്ങനെയുള്ള ഈ അധ്വാനത്തിലൂടെ അവരിവിടെ വന്ന് ഒരുങ്ങി ഭക്ഷണം പോലും മറ്റുള്ളവരുടെ സഹായത്തോടെ വേണം കഴിക്കാൻ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവരെ നയിക്കുന്നത് ആ ഒരു സന്തോഷം, സ്വന്തം ദേശത്തിൻ്റെ അഭിമാനം ഇങ്ങനെ തൃശ്ശൂരിൽ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു സന്തോഷം, ഇതൊക്കെയാണ് അവരെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. തൃശ്ശൂരിൻ്റെ പൊതുവെയുള്ള താളബോധം, ആ ഒരു ആവേശമൊക്കെ അവരുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ, അവരുടെ ചുവടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെ അയ്യന്തോൾ ദേശം ഇങ്ങനെ ആഘോഷത്തോടെ മറ്റൊരു പുലി ഒരുങ്ങി തയ്യാറായി വരുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? രാഹുൽ. ആദ്യമായിട്ടാണ് പുലിയായിട്ട്? ആദ്യമായിട്ട്. ആദ്യമായിട്ട്. അപ്പൊ കുറെ കന്നിപ്പുലികളെ ഞങ്ങൾ കണ്ടു. ഇത്തവണ ഒരുപാട് പേരുണ്ടല്ലോ. ഉണ്ട്. എങ്ങനെയുണ്ട് വന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ? മൊത്തം ഒരുക്കം കഴിഞ്ഞോ? മൊത്തം ഒരുക്കം കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. എങ്ങനെയുണ്ട് ഒരു പുലിയായി ഇന്നപ്പോ എന്ത് തോന്നുന്നു? ഒരു ആവേശം തോന്നുന്നുണ്ട്. ആവേശം. ഇനി ആ മേളം കിട്ടിയ ഒന്നുകൂടി ആവേശമാവും. ഇത്തവണ അയ്യന്തോൾ അടിക്കില്ലേ? പിന്നെ അടിക്കണമല്ലോ, അത് വേറെ സംശയം. സംശയമില്ല. ഇവിടെ അടുത്ത് തന്നെ വീട്? അല്ല, പാലക്കാട്. പാലക്കാട് ഇങ്ങോട്ട് ഈ ഇന്നലെത്തി. അപ്പൊ എങ്ങനെയാണ് ഇവിടെ വന്ന് പോലീസ് സംഘത്തിൽ ചേരുന്നത്? അങ്ങനെ പരിചയത്തിന്റെ പേരിൽ അങ്ങനെ വന്നതാണ്. ഇവരോട് സംസാരിച്ച് അങ്ങനെ വന്ന് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാക്കി. ഈ പുലികളി മാത്രമേ പാട്ടൊക്കെ പാടൂ? പാട്ട് പാടാൻ എനിക്കറിയില്ല. ഇല്ല. പുലി മാവേലി എല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടത് പാലക്കാട് നിന്ന് വന്ന ഒരു പുലിരിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പല നാടുകളിൽ നിന്ന് ആളുകൾ അങ്ങനെ ആ കളിയോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇത് തൃശ്ശൂരുകാരുടെ ഒരു ആഘോഷമാണെങ്കിൽ പോലും നമുക്കറിയാം സാംസ്കാരികപരമായി ഏറെ പ്രാധാന്യം എത്രയോ നമുക്കറിയാം. അതൊക്കെ ഇനി പറഞ്ഞാൽ ക്ലീഷയായി പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ പൂരത്തിൻ്റെ നാട് ഒക്കെ പറഞ്ഞാൽ ക്ലീഷയായി പോകും. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ തൃശ്ശൂരിൻ്റെ ഓരോ ആഘോഷവും വളരെ രസകരമാണ്, കൗതുകകരമാണ്. മറ്റു നാട്ടുകാർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ചേച്ചി അയ്യന്തോൾ. അതെ. എങ്ങനെയുണ്ട്? ആണോ പുലി വൈസ് പ്രസിഡന്റ്? എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങൾ? വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. ഞങ്ങൾക്ക് കുറെ പ്രത്യേകതകളുണ്ട്, അതെല്ലാം ഞങ്ങളുടെ അവിടെ പൊളിക്കും. ഇത്തവണ സർപ്രൈസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ കൊടയാണ് മെയിൻ ആയിട്ട്. പുലിക്കൊട. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ 51 പുലികൾക്കും കൊടയുണ്ട്. കൊടയുണ്ട്. അതൊരു സെറ്റാണ്. അതെ, പുലിക്കൊടയും സെറ്റാണ്. നമ്മള് പുലിക്കൊടയും പിടിച്ച് അയ്യന്തോള്. അതാണോ ഇത്തവണത്തെ? അതെ. അയ്യന്തോള്. യെസ്. ഈ അയ്യന്തോൾ ദേശത്തിൽ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ 2016 നിങ്ങൾ തുടങ്ങിയത്. പക്ഷേ പങ്കെടുത്ത എല്ലാ വർഷവും കപ്പടിച്ചിട്ടുണ്ട് ഒരുവിധം. ഇതൊരു അത് പക്ഷെ അതൊരു വലിയ മനുഷ്യത്വപരമായ ഒരു സമീപനമായിരുന്നല്ലേ? നമ്മൾ പൈസ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഒരു ആഘോഷം മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കേണ്ട സമയത്ത് അതും ചെയ്യും. ലൈവാണ്, 365 ദിവസം ലൈവാണ്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. യെസ്, റെഡിയാണ്. PSC കോച്ചിങ് എന്ന് മാത്രമല്ല, ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു PSC സെന്റർ ഇവരാണ് നടത്തുന്നത്. സൗജന്യമായിട്ട് റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇവർക്ക് 1-2 റാങ്ക് ഇവർക്ക് ഉണ്ടാവും. മൊത്തം പുലികളാണ്. അതെ, മൊത്തം എല്ലാവരും മേഖലകളിൽ. ഓർത്ത് നോക്കൂ, അതൊരു പുലി സംഘം മാത്രമല്ല കേട്ടോ. അവര് ചെയ്യുന്ന ഒരുപാട് സാമൂഹിക ഉത്തരവാദിത്തമുള്ള ജോലികളുണ്ട്. അതെ, 365 ദിവസം പ്രവർത്തിക്കുന്നു. നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് PSC കോച്ചിങ് നൽകുന്നു, അതും സൗജന്യമായി. അതിൽ പല റാങ്ക് ലിസ്റ്റുകളിൽ അവരുടെ കുട്ടികൾ ഉൾപ്പെടുന്നു. അങ്ങനെ മൊത്തം പുലികളുടെ ഒരു കൂടാരമാണ് അയ്യന്തോൾ ദേശം. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ജയശ്രീ. ചേച്ചി എത്ര നാളാണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട്? ഞാനിപ്പോ ഈ കൊല്ലം ആക്റ്റീവാണ്. 3-4 വർഷമായിട്ട് ഈ ആക്റ്റീവാണ്. കൊല്ലം വൈസ് പ്രസിഡന്റ്. പുറത്തു നിന്ന് കാണുമ്പോ എങ്ങനെയുണ്ട്? അങ്ങ് ഇറങ്ങി തുള്ളാൻ തോന്നുന്നു? തീർച്ചയായിട്ടും, ഞങ്ങളവിടെ കളിക്കാറുണ്ട്. ആണല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിനിധി കൂടി നമ്മളെല്ലാം സഹായത്തിന് വിളിക്കുന്നതാണ് KP. അയ്യന്തോളാരെ ഒരിക്കലും നോന്ന് പറയാറില്ല. അയ്യന്തോൾ ദേശം ചങ്കാണ്. അയ്യന്തോൾ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഈ ദേശത്തിൻ്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് ആണില്ല, പെണ്ണില്ല, ജാതിയില്ല, മതമില്ല, കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, എല്ലാം ഒന്നുമില്ലാതെ എല്ലാം ഒന്നാണ്. അതാണ് ദേശത്തിൻ്റെ ഈ വികാരം. അയ്യന്തോൾ ദേശമാണ് എല്ലാത്തിനും വലിയ. അയ്യന്തോൾ ദേശം അത് തന്നെയാണ്. ദേശം അയ്യന്തോളാണ്, ചങ്കാണ് അയ്യന്തോൾ എന്ന് പറയുന്നത്. ഇവിടെ അയ്യന്തോൾ ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുലിക്കളി എന്ന് പറയുന്നത് ഈ ഓണക്കാലത്ത് മാത്രമല്ല അയ്യന്തോളിൻ്റെ പ്രവർത്തനം. നിങ്ങൾ കേട്ടല്ലോ, ഈ 365 ദിവസം പ്രവർത്തിക്കുന്ന ഒരു സംഘടന സമിതിയാണ് അയ്യന്തോൾ ദേശത്തിൻ്റെ. ഈ അയ്യന്തോളിൻ്റെ ഓരോ പുലികളും, നമ്മൾ ഓരോ 51 പുലികളെ തെരഞ്ഞെടുക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് ആനകളെ തെരഞ്ഞെടുക്കുന്നത് പോലെ വലിയ പ്രക്രിയയാണ്. ലക്ഷണമൊത്ത കളിക്കുന്ന
നല്ല പുലികളെ തെരഞ്ഞെടുത്തിട്ടാണ് അയ്യന്തോൾ ചെയ്യുന്നത്. ലക്ഷണമൊത്ത കൊമ്പൻ എന്നൊക്കെ പറയുന്നത് ലക്ഷണമൊത്ത പുലി. ലക്ഷണമൊത്ത പുലി എന്താണ് ലക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനയുടെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ ചെവി, നല്ല ഉടൽ നീളം, നല്ല വാല്, ഇതൊക്കെ പറയുന്ന നല്ല എടുത്തുയർന്ന തലക്കുനി, ഇതൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ പുലിക്കും ആ പുലിയുടെ ലക്ഷണങ്ങൾ ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് നല്ല ലക്ഷണമൊത്ത കളി. കാരണം കളിക്കാൻ അറിയുന്നവനെ പുലിയാവാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊരു ഒരു ഒരു കളി പുലിത്താളമുണ്ട്. ആ പുലിത്താളമാണ് തൃശ്ശൂരുകാരൻ്റെ അയ്യന്തോളിൻ്റെ ഹൃദയതാളം. ആ ഹൃദയതാളത്തിലാണ് അയ്യന്തോളുകാരൻ ഓരോരുത്തരും കളിക്കുന്നത്. ഈ കളിക്കാൻ അറിയുന്നവനെ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളൂ. ഒന്ന്. മറ്റൊന്ന്, വരയ്ക്കുമ്പോൾ ആകാരവടിവ്. കാരണം വരയ്ക്കുന്ന പടങ്ങളെല്ലാം കാണാൻ ഭംഗിയുണ്ടാവണം. അപ്പോൾ നല്ല ആകാരവടിവുള്ള നല്ല പുലികളായിരിക്കണം. മറ്റൊന്ന്, നന്നായി സംസാരിക്കാനും അതുപോലെ തന്നെ വികാരമുള്ളവനായിരിക്കണം. അതായത് അതാണ് പറഞ്ഞത് ചങ്കിലാണ് അയ്യന്തോൾ. ഈ കളിക്കാരും തന്നെ കാശിന് വേണ്ടി കളിക്കുന്നവരല്ല. അയ്യന്തോളിൻ്റെ കളിക്കാരും കാശിന് വേണ്ടി കളിക്കുന്നവരല്ല, വികാരത്തിന് വേണ്ടി കളിക്കുന്നതാണ്. ആ പുലിത്താളം, ആ പുലി എന്ന് പറയുന്ന ഒരു വികാരത്തിലാണ് അയ്യന്തോൾ ദേശം. ഇത്തവണ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പാലക്കാട്ട് നിന്നൊരു പുലിയെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അതെങ്ങനെ പുറത്തുനിന്ന് ആള് നിങ്ങൾ പാലക്കാടല്ല, ഇന്ത്യയിലല്ല, വിദേശത്തല്ല, എവിടെ നിന്ന് വേണമെങ്കിൽ അയ്യന്തോൾ പുലി ഇറക്കും കളിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണമൊത്ത പുലിയാണെങ്കിൽ അയ്യന്തോൾ എടുത്തിരിക്കും. ഇവിടെയാണ് BBC 2 പുലികളെ ഇറക്കിയത്. BBC നിന്ന് വന്ന 2 റിപ്പോർട്ടർമാർ അയ്യന്തോളിൻ്റെ പുലികളായി കളിച്ചു. അത് വലിയ സംഭവമാണ്. കാരണം BBC പോലെ ഒരു വലിയ ചാനലിന്, അപ്പോൾ അത്തരം ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ നിങ്ങൾക്ക് ഞങ്ങൾ അവസരം തരും കേട്ടോ പുലിയാകാൻ. അപ്പോൾ ലക്ഷണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലക്ഷണം എന്ന് പറയുന്നത് വയറിൽ മാത്രമല്ല. നിങ്ങൾ കളിക്കാൻ അറിയുന്നവരാണോ, കൈരളി പുലിയെ ഞങ്ങളിവിടെ ഇറക്കും. ഇവിടെ അച്ഛനും മകനും രണ്ടുപേരും പുലികളാവുന്നുണ്ട്. അത് വരച്ചോണ്ടിരിക്കുന്നു, മകനെ വരച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? അച്ഛന്റെ കൂടെ തന്നെ തവണ ആദ്യമായിട്ട് അല്ലല്ല, നാലാം തോട്ട പേര് പ്രണവ്. അച്ഛന്റെ വരച്ചു കഴിഞ്ഞു. കല്യ ഇനി എൻ്റെ പേര് ഷാജു. ചേട്ടൻ എത്ര തവണയാ? ഞാനിപ്പോൾ 12 വർഷമാണ്. 12 വർഷം. ഈ മകനെയും കൂടി ഇത്തരത്തില് കൊണ്ടുവരാൻ ആഗ്രഹം തോന്നാനുള്ള കാരണം പറഞ്ഞാൽ അത് മകൻ്റെ ആഗ്രഹം തന്നെയാണ്. അല്ലല്ല, അപ്പം ഞങ്ങളുടെ എൻ്റെ ഭാര്യ അല്ല മാമൻ വീട് കാനട്ടരയാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ പുലികൾ കണ്ടുവരുന്നുള്ള വളർന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുലി ഇടുന്നത്. അങ്ങനെ ഞാൻ ഒരു 18 വയസ്സിൽ ഫസ്റ്റ് പുലി ഇട്ടു. പിന്നെ എനിക്ക് 2 കൊല്ലം ഗ്യാപ്പ് വന്നു, ഗൾഫിൽ പോയി. അതിനുണ്ട് ഇപ്പം 12ാമത്തെ കൊല്ലം വിഷം. അവൻ കയറുന്നത് ഒരു 19 വയസ്സ്. 19 വർഷമായി. അല്ല, 19 വയസ്സിലാണ് മോൻ പുലി ഇട്ടത്, പുലിവേഷം ഇട്ടത്. 2 കൊല്ലം കാനട്ടരിയും 2 കൊല്ലപ്പ് ഇവിടെ. ഇവിടെ വന്നാൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ആവേശമാണ് പുലിക്കളി എന്ന് പറഞ്ഞാൽ, ഒരു ആവേശമുള്ള നമുക്ക്. ഓണത്തിന്റെ മെയിൻ സാധനമല്ല ഈ പുലിക്കളി എന്ന് പറഞ്ഞാല്. പൂരം അവസാനിച്ചു, ഓണം അവസാനിക്കുന്നത്. അതുപോലെ തൃശ്ശൂർ പൂരം, ഈ 2 ആഘോഷം തൃശ്ശൂർക്കാർക്ക് മെയിൻ സാധനം.